പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് സ്നേഹമുള്ള സഹോദരങ്ങൾ. മംഗളവാർത്ത രക്ഷകനായ ഈശോയുടെ ജനനത്തെ പറ്റിയുള്ള മംഗളവാർത്തയാണ്. ഒത്തിരി ആളുകള് രക്ഷകനായ ഈശോയുടെ അമ്മയാകാനായിട്ട് ആഗ്രഹിച്ചിരിക്കണം. നല്ല അസുലഭമായ ഭാഗ്യം ലഭിച്ചത് നസ്രത്തിലെ പരിശുദ്ധ കന്യകാമറിയത്തിനാണ്. നസ്രത്തിലെ കന്യകയുടെ പക്കലേക്ക് ഗബ്രിയേൽ ദൂതൻ കടന്നു ചെല്ലുകയാണ്. ദൂതുമായിട്ട് കടന്നു ചെല്ലുന്ന മാലാഖ ശ്രേഷ്ഠനാണ് ഗബ്രിയേൽ. പ്രധാന മാലാഖമാരിൽ ഒരാളാണ്. ഒരു സന്ദേശവുമായിട്ടാണ്, പിതാവായ ദൈവത്തിന്റെ സന്ദേശവുമായിട്ടാണ് കടന്നു ചെല്ലുന്നത്. കന്യകയായ പരിശുദ്ധ മറിയത്തിന്റെ സമീപത്തേക്ക് കർത്താവിന്റെ മാലാഖയുണ്ട്. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു പരിശുദ്ധാത്മാവാൽ പ്രവർത്തിച്ചു. നമ്മള് രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മംഗളവാർത്ത എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിന്റെ മാലാഖ എന്ന ത്രികാല ജപത്തില് മാലാഖയുടെ സന്ദേശം നമ്മൾ എല്ലാ ദിവസവും ആവർത്തിക്കുന്നത്. ആ സന്ദേശത്തിന്റെ ചുരുക്കം രക്ഷകനായ യേശു, പുത്രനായ ദൈവപുത്രനായ യേശുവിന്റെ തിരുജനനത്തെ കുറിച്ചാണ്. അതിന് സവിശേഷമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീ രക്തമാണ് പരിശുദ്ധ കന്യകാമറിയം. വിനിതയായ കന്യകാമറിയത്തിന്റെ അടുക്കലേക്കാണ് ഗബ്രിയേൽ ദൂതൻ ചെല്ലുന്നത് ഈ സന്ദേശവുമായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ കന്യകയാണിത് എങ്ങനെയാണ് സംഭവിക്കുക എന്ന് മറിയം ചോദിക്കുന്നുണ്ട്. പുരുഷനെ ഞാൻ അറിയില്ലല്ലോ, ഇനി എങ്ങനെയാണ് ഇത് സംഭവിക്കുക? അപ്പോൾ ദൂതൻ പറയുന്നത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും, പിന്നെ പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭവതിയാകും. ഇന്ന് ജനിക്കുന്ന പുത്രനാണ് ഈശോ എന്നറിയപ്പെടുന്നു, രക്ഷകൻ എന്നറിയപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ ആവാസത്താലാണ് ഈശോ മനുഷ്യനായിട്ട് അവതീർണനായത് എന്നുള്ള സത്യം നമ്മളിവിടെ സ്മരിക്കുകയാണ്. ലോക സൃഷ്ടിയില് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു. ദൈവത്തിന്റെ ചൈതന്യമാണ് നിയതമായ രൂപമില്ലാതിരുന്ന ഈ ഭൂമിക്ക് നിയതമായ രൂപം നൽകരുത് എന്ന് സൃഷ്ടിയുടെ പുസ്തകത്തിൽ ആരംഭത്തിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം ആഴങ്ങൾക്ക് മീതെ ചലിച്ച ദൈവികമായ ചൈതന്യം, അതാണ് ഈ ഭൂമിക്ക് രൂപം നൽകിയത്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിശുദ്ധിയും കന്യാത്വവും. കന്യകാമറിയത്തിൽ പറയുന്നത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ്. എല്ലാവരും ദൈവകൃപ നിറഞ്ഞവരല്ല. എന്നാൽ പരിശുദ്ധ അമ്മ, നമ്മുടെ അമലോത്ഭവ തിരുനാളിന്റെ ദിവസമാണ് ഡിസംബർ 8. ജനനത്താൽ തന്നെ പരമപരിശുദ്ധയായിരുന്നു, മാലിന്യങ്ങൾക്ക് വിമുക്തിയായിരുന്നു. അതാണ് കന്യാത്വം. എല്ലാ മനുഷ്യരും ജനിക്കുന്ന ജന്മപാപത്തോടു കൂടിയാണ്. എന്നാൽ രണ്ടാമത്തെ ഹൗവ എന്ന് വിളിക്കപ്പെടുന്ന പരിശുദ്ധ അമ്മ ആദ്യത്തെ ഹൗവ ജന്മപാപം ഇല്ലാതെയാണ് ജനിച്ചത്. ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചപ്പോഴാണ് അവർ പാപത്തിന് അടിമകളായി തീർന്നത്. രക്ഷകന്റെ അമ്മയാകാനായിട്ടുള്ള പരിശുദ്ധ മറിയം ജന്മപാപത്തിൽ നിന്ന് വിമുക്തയായിട്ട് ജനിച്ചു എന്നുള്ള വിശ്വാസ സത്യം, ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന് പറയുന്നത്. ഡാൻറ്റെ എന്ന കവി പറയുന്നത് അവർ ടൈൻറ്റഡ് നേച്ചേഴ്സ് സോളിറ്ററി ബോയ്സ്, പാപമംഗലമായ മനുഷ്യപ്രകൃതിയുടെ ഏക അഭിമാനം എന്നാണ് പരിശുദ്ധ അമ്മയെ പറ്റി ഡാൻറ്റെ പറഞ്ഞു വയ്ക്കുന്നത്.
ജനനം മുതൽ പരമപരിശുദ്ധിയായ കന്യകാമാതാവ്, രക്ഷകന്റെ അമ്മയാകാനായിട്ട് പ്രത്യേകമായി വിളിക്കപ്പെട്ടിരുന്ന അമ്മ ജന്മപാപത്തിന്റെ കളങ്കങ്ങളിൽ നിന്ന് വിമുക്തയായിട്ട് ജന്മപാപരഹിതയായിട്ട് ഭൂമിയിലേക്ക് കടന്നു വന്നു. അതാണ് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ. 9-ാം പീസ് മാർപ്പാപ്പ 1854 ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ അമൃതമാതാവിന്റെ തിരുനാൾ ഒരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിക്കുകയും ആ തിരുനാൾ ആഘോഷിക്കാനായിട്ട് സഭയിൽ ആവശ്യപ്പെടുകയും ചെയ്തു. സാധാരണയായിട്ട് ഞായറാഴ്ച കർത്താവിന്റെ ദിവസമായതുകൊണ്ട് ഞായറാഴ്ചയാണ് തിരുനാൾ വരുന്നതെങ്കിൽ ശനിയാഴ്ചയാണ് കലണ്ടറിൽ കൊടുക്കുക. നമ്മുടെ ആരാധനാക്രമ മത്സരത്തില് സാൻഡറൽ എന്ന് വെച്ചാൽ വിശുദ്ധര് ഓരോ ദിവസവും ഓരോ വിശുദ്ധരെ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. എന്നാൽ ഞായറാഴ്ച കർത്താവിന്റെ ദിവസമായതുകൊണ്ട് കർത്താവിന്റെ ദിവസം കർത്താവിന്റെ ഉയർപ്പിനെ നമ്മൾ അനുസ്മരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് വിശുദ്ധരെ നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കാറില്ല. ആ ദിവസം ഡേറ്റിൽ വരുന്നവരെ തലേ ദിവസമാണ് നമ്മൾ അനുസ്മരിക്കുക. അതാണ് കലണ്ടറിൽ കൊടുക്കുന്നത്. ഞാൻ 25 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ നാട് പര്യടനത്തിന് പോയി. 40ഓളം ആളുകളുടെ ഒരു ഗ്രൂപ്പിൽ 18 പേര് വൈദികരായിരുന്നു. 25ഓളം വർഷം മുമ്പാണ്. ഇതിൽ പകുതി പേരൊക്കെ കൂടുതൽ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടായിരിക്കുകയില്ല. കാരണം എന്നെക്കാളും സീനിയറായിട്ടുള്ള ആളുകൾക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. ഞങ്ങൾ കുർബാന കുപ്പായവും ഒക്കെ കരുതിക്കൊണ്ടാണ് കാപ്പിലച്ചന്റെ നേതൃത്വത്തിലുള്ള തീർത്ഥാടനത്തിന് പോയത്. പ്രധാനപ്പെട്ട ദേവാലയങ്ങളിലൊക്കെ വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് അവസരം അച്ഛൻ നേരത്തെ തന്നെ വാങ്ങിയിരുന്നു. അച്ഛൻ ഒത്തിരി പ്രാവശ്യം ഈ തീർത്ഥാടകരുമായിട്ട് പോയിട്ടുണ്ട്. അച്ഛൻ ഏതാനും 1-2 മാസം മുമ്പാണ് നിര്യാതനായത്. കോടപ്പള്ളിയിലാണ് സംസ്കരിച്ചിരിക്കുന്നത്. റോമിലും അതുപോലെ ഇസ്രായേലിലും ഒക്കെ പഠനം നടത്തി അച്ഛനെ വിശുദ്ധ സ്ഥലങ്ങളുമെല്ലാം പരിചിതങ്ങളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഓരോ വൈദികർ ഓരോ ദേവാലയത്തിൽ പ്രധാന കാർമ്മികരായിട്ട് ബലിയർപ്പിക്കും. അപ്പോൾ മംഗളവാർത്ത ദേവാലയം പുതിയതായിട്ട് അന്ന് പണിതൊരു ദേവാലയമാണ്. അത് 2 നിലയുള്ള ഒരു ദേവാലയമാണ്. അതിൻ്റെ അടിയത്തെ നിലയിലാണ് മംഗളവാർത്തയുടെ ഗ്രോട്ടോ സ്ഥിതി ചെയ്യുന്നത്. നസ്രത്തില് ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. അതാ ഞായറാഴ്ച ദിവസം പ്രധാന കാർമ്മികനായിട്ട് മംഗളവാർത്ത ഗ്രോട്ടോയിൽ എനിക്ക് വിശുദ്ധ ബലി അർപ്പിക്കാൻ 18 വയതിനോടൊപ്പം എനിക്ക് അവസരം ലഭിച്ച് ഞാൻ ഇപ്പോൾ സ്മരിക്കുക. രക്ഷാകര ചരിത്രത്തില് മംഗളവാർത്തയ്ക്ക് സുപ്രധാനമായ സ്ഥാനമുണ്ട്. മാതാവിന്റെ അനുവാദം ചോദിക്കുകയാണ്. അപ്പോൾ അതിന് ഉത്തരം പറയാണ്, ഇതാ കർത്താവിന്റെ ദാസന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന്. അപ്പോൾ മാതാവ് പ്രത്യുത്തരം നൽകിയപ്പോഴാണ് രക്ഷാകര സന്ദേശം, രക്ഷാകര രഹസ്യം അത് പൂർണ്ണതയിലേക്ക് എത്തുന്നത് മാതാവിന്റെ സമ്മതത്തോടു കൂടിയാണ്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇതാ കർത്താവിന്റെ ദാസിന്റെ വചനം പോലെ ഭവിക്കട്ടെ എന്ന് മാതാവ് പറഞ്ഞുകൊണ്ട് പ്രത്യുത്തരം നൽകുന്ന രംഗം നമ്മളിവിടെ കാണുകയാണ്. മംഗളവാർത്തയില് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളൊരു വാഗ്ദാനമാണ്. രക്ഷകനെ അയക്കും, മനുഷ്യവംശത്തെ പാപത്തിൽ കൈവിടാതെ രക്ഷകനെ അയക്കുമെന്നുള്ള വാഗ്ദാനം പ്രവാചകന്മാരെ വാഗ്ദാനത്തേക്ക് ഊട്ടി അത് വർദ്ധിപ്പിച്ച് ജനങ്ങളിൽ സജീവമായിട്ട് നിലനിർത്തിയിരുന്നു. രണ്ടാമതായിട്ട് അവരന്റെ തീരുമാനങ്ങളെ സ്വാതന്ത്ര്യത്തെയും ശ്രദ്ധാപൂർവം മാനിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവമാണ് ഇവിടെ കാണുന്നത്. മാതാവിന് സമ്മതം ചോദിക്കുകയാണ്. അപ്പോൾ മാതാവ് അതിന് പ്രത്യുത്തരം നൽകുമ്പോഴാണ്, ഫിയാത്ത് പറയുമ്പോഴാണ്, സമ്മതം നൽകുമ്പോഴാണ് അതൊരു യാഥാർത്ഥ്യമായിട്ട് തീരുന്നത്. വിശ്വാസം എന്നത് മനസ്സിലാക്കലല്ല, അവസരത്തിന്റെ സമ്പൂർണ്ണ സമർപ്പണമാണ്. നമ്മൾ ഗ്രഹിക്കുക മാത്രമല്ല, അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വിശ്വാസമനുസരിച്ചുള്ള ഒരു സമ്പൂർണ്ണ ജീവിത സമർപ്പണമാണ്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസത്തോടുകൂടി പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിനൊന്നും അസാധ്യമല്ല. അതുകൊണ്ടാണ് മോശയ്ക്ക് ചെങ്കടൽ കടന്ന് വാഗ്ദാന നാട്ടിലേക്ക് കടന്നു പോകാനായിട്ട് കഴിഞ്ഞത്. ദൈവത്തിന്റെ അരുളപ്പാടിലും വാഗ്ദാനത്തിലും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട്
മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത കടന്നുപോയപ്പോൾ ചെങ്കട കടന്നു പോകാനായിട്ട് കഴിഞ്ഞു. അതുപോലെ ജെറിക്കോ കോട്ട താഴുന്നത് 7-ാം പ്രാവശ്യം ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് മോശയുടെ അനുഗാമിയായ ജോഷുവ 7 പ്രാവശ്യം ജെറിക്കോ കോട്ടയ്ക്ക് വലം വെച്ചപ്പോൾ കോട്ടകൾ തകർന്നു വീണെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. എനിക്കാനിരിക്കുന്ന യേശുവിന്റെ പ്രത്യേകതയോടെ പറഞ്ഞ ശിശുവിന്റെ പേര് യേശു എന്നായിരിക്കും. ദൈവം രക്ഷിക്കുന്നു, അതാണ് യേശു എന്ന വാക്കിന്റെ അർത്ഥം. അതിന്റെ നേരെയുള്ള വാക്കാണ് ജോഷുവ. ഹിബ്രു നാമം ജോഷുവ ലോപിച്ചാണ് യേശു എന്നുള്ള നാമം വന്നത്. മനുഷ്യവംശത്തെ മിശിഹ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കടന്നു വന്നത് നമുക്കറിയാം. ഈശോയെ പറ്റി പറഞ്ഞ അവൻ വലിയവനായിരിക്കും, സൂര്യ തേജസ്സിന് മുമ്പിൽ മെഴുകുതിരികൾ പോലെ. അപ്പോൾ യേശു മഹത്വമുള്ളവനാണ്, പ്രശോഭിക്കുന്നവനാണ്, സൂര്യനെ പോലെ പ്രശോഭിക്കുന്നവനാണ്. അതാണ് യേശു വലിയവനായിരിക്കും എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ജനിക്കാനുള്ള ശിശു അത്യുന്നതന്റെ പുത്രനായിരിക്കും. യേശുവിന്റെ മഹത്വത്തെ സൂചിപ്പിക്കുകയാണ്. അത്യുന്നതനായ ദൈവത്തിന്റെ ഏകജാതനാണ് യേശു എന്നിവിടെ എടുത്തു പറയുകയാണ്. അവിടുന്ന് ദൈവത്തിന്റെ സുതനാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ലോകത്തിലേക്ക് ആഗതനായവനാണ്, ജനിച്ചവനാണ്. അതുപോലെ വിശ്വാസികളായ നമ്മൾ യേശുവിനോട് ചേർന്ന് നിൽക്കണം. യേശുവിന്റെ വചനങ്ങൾ നമ്മുടെ അകലങ്ങളിൽ ഉണ്ടായിരിക്കണം. യേശുവിന്റെ വചനമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. ലോകത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒത്തിരി സാമ്രാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലുണ്ടായിരുന്നു സാമ്രാജ്യങ്ങൾ, റോമിൽ സാമ്രാജ്യം ഉണ്ടായിരുന്നു, ചൈനയിൽ സാമ്രാജ്യം ഉണ്ടായിരുന്നു, ജർമ്മനിയിൽ സാമ്രാജ്യം ഉണ്ടായിരുന്നു, അതുപോലെ പുരാതന ഈജിപ്തിലുണ്ടായിരുന്നു ഫറവോമാര്. ഈ സാമ്രാജ്യങ്ങളെല്ലാം നശിച്ചുപോയി. കുറെ വർഷങ്ങളിലേക്ക് സാമ്രാജ്യങ്ങൾ നിലനിന്നു. എന്നാൽ യേശുവിൻ്റെ രാജ്യം അനിശ്ചലമായിട്ട് നിലനിൽക്കുകയാണ്. യേശുവിൻ്റെ അനുയായികൾ ലോകം മുഴുവനുമുണ്ട്. യേശുവിനെ നാഥനും കർത്താവുമായിട്ട് ഏറ്റു പറയുന്നവര്, യേശുവിനെ രക്ഷകനായിട്ട് കരുതുന്നവര്, ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവര്. ഇന്ന് കത്തോലിക്കർ തന്നെ 138 കോടിയിലധികമുണ്ട്. അതുപോലെ ബാക്കി ക്രൈസ്തവരുടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 270 കോടി ജനങ്ങളെങ്കിലും ക്രൈസ്തവ വിശ്വാസം വഹിക്കുന്നവരുണ്ട്. യേശുവിനെ സ്വീകരിക്കുന്നവർ, യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നവർ. മംഗളവാർത്ത തിരുനാൾ ആചരിക്കുന്ന ഈ അവസരത്തിൽ യേശുവിൻ്റെ പ്രവൃത്തി തിരുനാൾ ഒരുങ്ങുന്ന ഈ കാലഘട്ടമാണ്. ഈശോയുടെ പ്രവൃത്തി തിരുനാൾ ആത്മീയമായിട്ട് ഒരുങ്ങാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.